ഫുഖഹായിനുള്ള വലിയ ബർക്കത്ത് എന്താണെന്നറിയോ? അവരെ ഫിഖ് അനുസരിച്ചാണ് അവരെ ജീവിതം. ഫിഖിൽ എന്താണ് സുന്നത്തായി പറഞ്ഞത് അതുപോലെയുള്ള സുന്നത്തെ ജീവിതത്തിൽ കാണൂ. ഫിഖിൽ എന്താണോ ജായിസായി പറഞ്ഞത് ആ ജായിസെ കാണൂ. ഫിഖിൽ എന്താണോ ഹലാലായി പറഞ്ഞത് ആ ഹലാലെ സ്വീകരിക്കൂ. ഫിഖിൽ എന്താണോ ഹറാമായി പറഞ്ഞത് ആ ഹറാമ് കൈയൊഴിച്ചേ പറ്റൂ. ഫിഖിൽ എന്താണോ കറാഹത്തായി പറഞ്ഞത് ആ കറാഹത്തിന് വലിയ വില കൽപ്പിച്ചുകൊണ്ട് അത് മാറ്റി നിർത്തിയേ പറ്റൂ. അതവരുടെ ജീവിതത്തിൽ സ്വീകരിക്കൂല. അങ്ങനെ ഫിഖ് അനുസരിച്ച് കറക്റ്റ് ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തിയ ജീവിതമായപ്പോ വലിയ ബഹുമാനമല്ലേ അള്ളാഹു ആ മഹാന്മാർക്ക് കൊടുത്തത്. ഞാൻ പറഞ്ഞതല്ല, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഫുഖഹായിന് അല്ലാഹു തആല കൊടുത്ത വലിയ പ്രത്യേകത കത്താബഉ ഫീ ഫിഖ്ഹിം. ഫിഖ്ഹിൽ അവർ ശരിയായ നിലക്കങ്ങ് പിന്തുടർന്ന് ജീവിച്ചു. അവരുടെ ജീവിതം കണ്ടാൽ, ജീവിതത്തിന്റെ ഓരോ രാവും പകലും കണ്ടാൽ നമുക്ക് ഫിഖ് അവരിൽ നിന്ന് പഠിക്കാൻ കഴിയും. സുന്നത്തുകൾ അവരിൽ നിന്ന് അടർത്തിയെടുക്കാൻ കഴിയും. ശരിയായ നിലക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഏതെങ്കിലും തരത്തിൽ ഒന്നിൽ ചെറിയൊരു സന്ദേഹം വന്നു, അതിൽ അവർക്ക് ഉറപ്പില്ലാത്തൊരു വിഷയം വന്നാലോ സ്വീകരിക്കാതെ കയ്യൊഴിച്ചു പോയി. അതവരുടെ സൂക്ഷ്മതയുടെ ഭാഗമാണ്. അല്ലാത്തൊരു വിഷയം അവരുടെ ജീവിതത്തിൽ കാണൂല. സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഫിഖ് നമുക്കൊരു വിഷയം സുന്നത്താക്കിയോ സുന്നത്തായ നിലക്ക് തന്നെ അത് സ്വീകരിക്കണം. അത് മാറ്റാൻ പാടില്ല. നമ്മളോട് ഫിഖ് പറഞ്ഞു ഏത് വിരലിൽ മോതിരിടണം, ഏത് വിരലിൽ മോതിരമിടണം. ഒന്നുകിൽ വലത്തെ കൈയിന്റെ ചിറവിരല് അല്ലെങ്കിൽ ഇടത്തെ കൈയിന്റെ ചിറവിരല്. ഒന്ന് മൊത്തം പരിശോധിച്ച് നോക്കി പല വിരലിൽ ഇട്ട് കാണും. നമ്മളെ ഫിഖിന്റെ വിലയാണത്. ഫിഖ് നമ്മളോട് സുന്നത്ത് പറയുമ്പോൾ നമുക്ക് വേറൊന്നാ. ഫിഖിന്റെ സുന്നത്തിന് നമ്മളെ ആളുകൾക്ക് പല ആളുകൾക്കും പുല്ല് വിലയാ. അതുകൊണ്ടാ ഇൽമായിട്ട് നമ്മളെ കൽബിലും ശരീരത്തിലും കാണാത്തത്. ഫിഖ് പറയുന്നു പുരുഷന് അനുവദനീയമായ നിലക്കുള്ള ഒരു ആഭരണമാണ് ഇപ്പൊ ഈ പറയുന്നത്. വേറെ കുറെ ആൾക്കാരുടെ കയ്യിൽ അതാ വെള്ളിന്റെ ചെയിന് കാണും. വെള്ളിന്റെ ചെയിന് ചില ആൾക്കാരുടെ കയ്യിൽ വെള്ളിന്റെ വള പോലെ തോന്നുന്നു. എന്തിനാ അങ്ങനെ ഉണ്ടോ? ജായിസായിരുന്നു വെള്ളിന്റെ ചെയിൻ ഉണ്ടോ? അത് പെണ്ണിനല്ലേ. ആണ് എന്ത് വെള്ളി ചെയിന്? വേറെ ചില ആൾക്കാർ കാണാതെ കാത് കുത്തിയിട്ടൊരു വെള്ളി അവരുടെ കാതിലിട്ടിരിക്കും. ഫിഖിന്റെ അടിസ്ഥാനം നോക്കുമ്പോ സഹോദരങ്ങളെ ഇതൊക്കെ പെശകാണ്. അവിടെയാണ് നമ്മൾ ശരിയായ നിലക്ക് ശ്രദ്ധിക്കേണ്ടത്, ശരിയായ നിലക്ക് സൂക്ഷിക്കേണ്ടത്, ജീവിതം ക്രമപ്പെടുത്തേണ്ടത്. അങ്ങനെയാണ്.